ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള സമൂസ ഷീറ്റും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചട്ടിപ്പത്തിരിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 3 മീഡിയം സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം ഉപ്പും അതുപോലെ തന്നെ കറിവേപ്പില കട്ട് ചെയ്തും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം പൊടികളായ മുളക് പൊടി, അതുപോലെ തന്നെ മീറ്റ് മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. ശേഷം വേവിച്ച് വെച്ചേക്കുന്ന ചിക്കന് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീയൊന്ന് ഓഫ് ചെയ്തിട്ട് തന്തൂരി മയോണൈസും കൂടെ ചേർത്തിട്ട് ഈ ഫില്ലിങ് അങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ മിക്സാണ് റെഡിയാക്കി എടുക്കേണ്ടത്. അതിന് 3 മുട്ടയും കുറച്ച് പാലും ഉപ്പും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. മുട്ടയുടെ മിക്സ് റെഡിയാക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പാത്രം എടുക്കുക. അത് എണ്ണ തടവിയ പാത്രമായിരിക്കണം. അതിനുശേഷം ഓരോ സമൂസ ഷീറ്റും മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് നമുക്ക് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം. ആദ്യത്തെ ലെയർ ഒട്ടിയതിന് ശേഷം നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഒരു 4 ലെയറാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ സൈഡിൽ ഒരുപാട് ഫില്ലിംഗ് ഒന്നും വെച്ച് കൊടുക്കേണ്ട. സെൻട്രൽ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. സൈഡിൽ വെക്കുമ്പോഴത്തേക്കും പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം സൈഡിൽ ഒട്ടിയിരിക്കുന്ന എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ശേഷം മുട്ടയുടെ ബാക്കി വന്ന മിക്സും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടി തക്കാളി, മല്ലിയിലയും വെളുത്ത എള്ളും കൂടെ ഇതിലെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കാം. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പരന്ന പാത്രം എടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് വേണം ഈ പാത്രം വെച്ച് കൊടുക്കാൻ. ഈ പാത്രത്തിൻ്റെ അടപ്പിന് ഹോൾ ഉണ്ടെങ്കിൽ അതൊരു അലൂമിനിയം ഫോയിലോ ടിഷ്യൂ പേപ്പറോ വെച്ച് അടച്ചു കൊടുക്കേണ്ടതാണ്. 20 മിനിറ്റ് ഇതിൽ കുക്ക് ചെയ്തതിന് ശേഷം വേറൊരു എണ്ണ തൂകിയ പാനിലേക്ക് ഇത് തിരിച്ചിട്ട് നന്നായിട്ട് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ചട്ടിപ്പത്തിരി ഇവിടെ നന്നായിട്ട് റെഡിയായിട്ട് വരുന്നതാണ്. കാണാൻ നല്ല മൊഞ്ചും അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ചട്ടിപ്പത്തിരി എല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. സാധാരണ നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയം വേസ്റ്റ് ആകാറുണ്ട്. എന്നാൽ ഇവിടെ സമൂസ ഷീറ്റും കൊണ്ട് എത്ര സിമ്പിളായിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തത്. അതുകൊണ്ട് തന്നെ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.